നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് നല്ലൊരു ചിന്ത തരാനാ. ചിന്ത എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കണം. പഠനങ്ങളുണ്ട്, കണ്ടുപഠനങ്ങളുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കാണുന്ന പല കാര്യങ്ങളിൽ നിന്നും നമുക്ക് ഒത്തിരി പഠിക്കാനുണ്ട്. അപ്പൊ അതുപോലൊരു ചിന്ത എനിക്ക് കഴിഞ്ഞ ദിവസം കിട്ടി. അത് ഞാൻ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാനാ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ കഴിഞ്ഞ ദിവസം ഓഗസ്റ്റ് 15-ാം തീയതി വൈകുന്നേരമാണ് കുർബാനയ്ക്ക് പോയത്. അത് ഒരു മെട്രോപൊളിറ്റൻ സിറ്റിയില് ഒരു വലിയ പള്ളിയിലാണ് പോയത്. അപ്പൊ ഞാൻ കുർബാനയ്ക്ക് ചെന്നു, കുർബാന കണ്ടു. കുർബാനയുടെ ഇടയിൽ വിശുദ്ധ കുർബാന സ്വീകരണം നടക്കുന്നു. ആ സമയത്ത് ഞാൻ കുർബാന സ്വീകരിക്കാൻ വന്ന ആളുകളെയൊക്കെ ജസ്റ്റ് അവിടെ ഇരുന്ന് കാണാനിടയായി. ഞാനിങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 50-നും ഒരു 65-70 വയസ്സിനിടയിലുള്ള ഒത്തിരി പേര് കുർബാന സ്വീകരിക്കാൻ വന്നു. പക്ഷെ ഇവരൊക്കെ ഒത്തിരി പ്രായാധിക്യം പോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 70, 90, 95 വയസ്സായ ആളുകളുടെ പോലെ ജീവിതശൈലി രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നത്. ഭാര്യ ഭർത്താവിനെ പിടിച്ചേക്കണു, ഭർത്താവ് ഭാര്യനെ പിടിച്ചേക്കണു. മൊത്തം ഒരു പരിതാപകരമായ അവസ്ഥ കാണാൻ. പക്ഷെ ഇവരൊക്കെ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് ഒരു ലൈഫുണ്ട്, ഒരു ജീവിതമുണ്ട്. ആ ജീവിതം ഇങ്ങനെ ജീവിതശൈലി രോഗങ്ങളിലൂടെ തള്ളി നീക്കപ്പെടേണ്ടതല്ല. ഒരു 50 വയസ്സാവുമ്പോൾ അങ്ങോട്ട് സ്വർഗത്തിലേക്ക് പോകാനായിട്ട് കൈനീട്ടി ഇരിക്കേണ്ടവരല്ല. നമ്മൾ 50 വയസ്സിൽ ചുറുചുറുക്കോടെ ഓടി നടക്കേണ്ട ആളുകളാണ്. അല്ലെങ്കിൽ 60 വയസ്സിൽ ചുറുചുറുക്കോടെ ഓടി നടക്കേണ്ടത് നമ്മുടെ മക്കളും നമ്മുടെ അസറ്റാ മക്കള്. ഈ മക്കളും മക്കളുടെ പേരക്കുട്ടികളുടെ കൂടെ ഓടി നടക്കേണ്ട ഒരു കാലത്ത് അസുഖക്കാരായിട്ട് അങ്ങടേക്ക് നോക്കി പോവാനിരിക്കുന്ന ഒരു അവസ്ഥ തീർത്തും പരിതാപകരാണ്. ഇതിന് ശരിക്കും പറഞ്ഞാൽ ദൈവത്തിനോ വേറെ ആർക്കും ഒരു മറുപടി തരാനില്ല. ഈ മറുപടി തരേണ്ടത് അവനോനാ. നമ്മുടെ ജീവിതശൈലി, നമ്മുടെ ഭക്ഷണശൈലിയിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തി നിങ്ങളുടെ ജീവിതശൈലി രോഗങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കാനും അടിപൊളിയാവാനും നിങ്ങളുടെ ശരീരത്തെ പാകപ്പെടുത്തേണ്ട ചുമതല നിങ്ങളുടെയാണ്. ആ പാകപ്പെടുത്തേണ്ട ആ ചുമതലയിൽ നിന്ന് മാറി വെറുതെ കുറെ എന്താ പറയാ, ഞാനത് കണ്ട കുറെ കാര്യങ്ങളുണ്ട്. ഒരാൾ നിന്ന് വെറുതെ ഇങ്ങനെ കൈകൊടുക്കി ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു, ഭയങ്കര ഇങ്ങനെ കാണിക്കുക. അയാളുടെ വയറൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു 18 മാസം ഗർഭിണിയാന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു അവസ്ഥയിലാണ്. ഇതൊക്കെ ശരിക്കും ഞാനിത് കളിയാക്കി പറയണതല്ല. ശരിക്കും തിരിഞ്ഞു നോക്കണം. എന്താണ് എൻ്റെ പ്രശ്നം? ഞാൻ എങ്ങനെ പോകണം? പണ്ടൊക്കെ നമ്മുടെ ഭക്ഷണ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ചക്കറികളും എല്ലാം കൂട്ടിയുള്ള ഭക്ഷണങ്ങളാണ്. പറമ്പിൽ കിട്ടുന്ന ചേന, ചേമ്പ്. ഇപ്പൊ തന്നെ ഞങ്ങളുടെ പറമ്പിൽ നോക്കാം, ചേന, ചേമ്പ്, എല്ലാ സാധനങ്ങളും ഉണ്ട്. ഈ വക സാധനങ്ങളെല്ലാം കഴിച്ചുകൊണ്ട് നടക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്ന് ഇറച്ചി, മീനും നമ്മൾ കൺസ്യൂമിങ് മാത്രമാണ്. നമ്മൾ എടുക്കുന്ന ചെലവാക്കുന്ന ഭക്ഷണം അതിന്റെ കലോറി കത്തിത്തീരുന്നില്ല. എക്സസ് ആണ് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു പണിയില്ല, വെറുതെ വീട്ടിലിരിക്കുന്നു, വെറുതെ സമയം പോകുന്നു, കൊച്ചിനെ അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി, ഇതുപോലെയുള്ള അവസ്ഥ. അതിനൊരു തിരിച്ചു വരണം. ആ തിരിച്ചു വരികയാണുള്ളൊരു പ്രോഗ്രാമാണ് ഞങ്ങൾ ചെയ്യുന്നത്, വെൽനസ് പ്രോഗ്രാം. ഇത് ഭയങ്കര ഒരു തിരിച്ചറിവിന്റെ സമയമാണ്. ഞാനിത് നിങ്ങളോട് പങ്കുവയ്ക്കാൻ കാരണം ഈ ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ നിങ്ങളുടെ ശരീരത്തിന് എക്സസ് ആയിട്ടുള്ള ഫാറ്റും അതുപോലെ തന്നെ വെയിറ്റ് ഒക്കെ കുറച്ച് അടിപൊളിയാവണം, നിങ്ങളുടെ ഭക്ഷണ രീതിയിൽ എന്തൊക്കെ ഉൾപ്പെടുത്തണം, എങ്ങനെയൊക്കെ നിങ്ങൾ പോകണം എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞുതരാൻ ഞങ്ങൾക്ക് കഴിയും. അപ്പോൾ നിങ്ങൾക്ക് നല്ല നാളെ നിങ്ങൾ അടിപൊളിയായി കഴിഞ്ഞാൽ നിങ്ങളുടെ മക്കളും അടിപൊളിയാവുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു അസുഖം വന്നാലും പ്രശ്നം വന്നാലും നിങ്ങളുടെ മക്കളും ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിരിക്കും. നമ്മുടെ കുടുംബം ഡിസ്റ്റർബ്ഡ് ആവും. അത് ഒഴിവാക്കാനായിട്ട് ഹാപ്പി ആയിട്ട് അടിപൊളിയായിട്ട് ജീവിക്കാൻ വേണ്ട ഒരു നല്ല നാളേക്കായിട്ട് നിങ്ങളുടെ ശരീരത്തെ പാകപ്പെടുത്താൻ ഞങ്ങളുടെ പ്രോഗ്രാമിന് സാധിക്കും. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കഴിയുന്ന നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെടുക. ഞങ്ങൾ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് 2 സെന്ററാണ്. അങ്കമാലിലും വല്ലത്തും ഓരോ സെന്റർ ഉണ്ട്. ആ സെന്ററിലൊക്കെ നമ്മുടെ ശരീരത്തെ എങ്ങനെ പാകപ്പെടുത്തണം എന്നുള്ളതൊക്കെ പറഞ്ഞു തരാൻ പറ്റും. ഓക്കെ, നിങ്ങൾക്ക് നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു. നല്ലൊരു നാളേക്കായി. ഓക്കെ, ഹൈടെക് വെൽനസ് സെന്റർ, അങ്കമാലി ആൻഡ് വല്ലം. ഓക്കെ, താങ്ക് യു.